ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ഡോക്ടർ ഉദ്യോഗത്തിന് ഇറങ്ങി തിരിച്ചവരുടെ പഠനത്തെക്കുറിച്ച് നമുക്കറിയില്ലേ? ഒരു 5 വർഷത്തെ MBBS പഠനം പൂർത്തിയാക്കാൻ ഒരാൾ തയ്യാറാകും മുൻപ് അവരുടെ ബുദ്ധിവൈഭവത്തെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണക്കാർക്ക് ഈ ഉദ്യോഗത്തിന് പഠിക്കാൻ പറ്റില്ല. സാധാരണ നിലയിലുള്ള കുട്ടികളെ അല്ല ഡോക്ടർ പഠിക്കാൻ വിടുന്നത്, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളെയാ. ഇനിയും അങ്ങനെ നല്ല ബ്രില്യന്റ് ആണെങ്കിൽ പോലും എൻട്രൻസ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എൻട്രൻസിലൊരു അഡ്മിഷൻ കിട്ടും. അതും കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് MBBS പഠനത്തിന് അവസരം കിട്ടുന്നത്. അപ്പൊ നല്ല തലയുള്ളവനെ ഈ പഠിത്തം പറ്റൂ. പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ എന്നാ പഠിച്ചെന്നായി പറയുന്നേ? 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവിന്റെ എത്രയും വരെ പഠിച്ചെന്നായി പറയുന്നേ? മൊത്തം ഒന്ന് പഠിച്ചു, അല്ലാതെ എന്നാ പഠിച്ചു? പിന്നെ സ്പെഷ്യലൈസ് ചെയ്യണം 5 കൊല്ലം കഴിയുമ്പം. കാർഡിയാക് സ്പെഷ്യലിസ്റ്റ്, ബോൺ സ്പെഷ്യലിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്ന കാര്യമില്ല. മൊത്തം പഠിച്ച ഒരു പോർഷൻ പ്രത്യേകം എടുത്ത് പഠിക്കുക. ടോട്ടലി ഒന്ന് പഠിച്ചതിന് ശേഷം ഹാർട്ടിന്റെ കാര്യം മാത്രം എടുത്ത് പഠിക്കുന്നു, അവനാ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ്. ബോണിന്റെ കാര്യം മാത്രം എടുത്ത് പഠിക്കുന്നു, അവനാണ് ബോൺ സ്പെഷ്യലിസ്റ്റ്. ENTയുടെ ഭാഗം മാത്രം എടുത്ത് പഠിക്കുന്നു, അവനാ ENT സ്പെഷ്യലിസ്റ്റ്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, MBBS 5 വർഷം പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഹാർട്ടിന്റെ കാര്യം പഠിച്ച് അതങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ENTയുടെ കാര്യം പഠിച്ച് അതും സ്പെഷ്യലൈസ് ചെയ്തിട്ട് പിന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അതും അങ്ങ് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ എല്ലാ ഭാഗവും കൂടെ സ്പെഷ്യലൈസ് ചെയ്ത് മൊത്തം കൂടെ പഠിച്ച ഒറ്റ ഒരുത്തനെ കാണിച്ചു തരാമോ? ലോകത്തിൽ ഒരുത്തനെ കാണിച്ചു തരാമോ? 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ജീവിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പൂർണ്ണമായി പഠിച്ചു തീർക്കാൻ ഈ ആയുസ് കൊണ്ട് കഴിയത്തില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു വരുത്തിയിട്ട് കളിമണ്ണിൽ നിന്ന് ഈ മൺരൂപത്തെ മെനഞ്ഞ മഹാകുശവനെ കുറിച്ച് കാണാൻ കണ്ണ് തുറക്കുന്ന ഒരു ദൈവവൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ കർത്തൃസന്നിധിയിൽ മൗനമായിട്ടിരിക്കാൻ കഴിയും? സ്തോത്രം. കുശവന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോ മരത്തിന്റെ ചുവട്ടിൽ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന കുടത്തിനകത്ത് തപ്പിയിട്ട് ഇതിനകത്ത് കുശവൻ ഇല്ലാത്തത് കൊണ്ട് കുശവനൊന്നൊരുത്തൻ ജീവിച്ചിരിപ്പില്ല, ഈ കുടം തന്നെ ഉണ്ടായി വന്നതാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ, എടാ അവനെ ഊളംപാറയോ മാങ്ങാനത്തോ ആണ് ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രം. എടാ കുശവനാണെങ്കിൽ കുശവൻ കുടത്തിനകത്തല്ല, കുശവൻ കുടത്തിന് അതീതനാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടത്തിൽ തപ്പിയിട്ട് കുശവനില്ലെന്ന് പറയുന്നത് കുചേല ബുദ്ധിയാ. എന്നാൽ കുടത്തെ കണ്ടു കഴിഞ്ഞാൽ കുശവന്റെ കരവൈദഗ്ധ്യം കണ്ട് നിനക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. വേറെ എങ്ങോട്ട് നോക്കണ്ട, ഈ കുടത്തേലോട്ട് നോക്കിയാ മതി. ഇതിന്റെ പുറകിലെ കുശവന്റെ കരവൈദഗ്ധ്യം കണ്ടാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഫാക്ടറിയുടെയും പുറക്കുകൾ സാധാരണ മുകളിലോട്ടായിരിക്കുന്നേ. മൂക്കിനെ മാത്രം എന്നാ കൊടയോടെ കീഴോട്ട് വെച്ചിരിക്കുന്നത്? തലമുടിക്കിടയിൽ കൂടെ ഈ മൂക്ക് 2 ദ്വാരങ്ങൾ മുകളിലോട്ടായിരുന്നു കുഴലിരിക്കുന്നത് പോലെ ഇരുന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനും ഗതി? മഹാഗതികേടായേനും. ഒരു പെരുമഴയത്ത് കൊടയില്ലാതെ ഇറങ്ങിപ്പോയാൽ ദ്വാരം മുകളിലോട്ടിരുന്നാൽ വെള്ളം എങ്ങോട്ടിറങ്ങും? പറ. വെള്ളം കീഴോട്ടിറങ്ങും. അപ്പൊ മൂക്കിനെ കൊടയോടെ താഴോട്ട് വെച്ചത് ഒരു പരമബുദ്ധിയല്ലേ? ആ പരമബുദ്ധിയാകുന്ന നവ്യ ചൈതന്യത്തെയാ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ജീവിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. എന്തിന്? ഈ ശരീരത്തെ മാത്രം നോക്കേണ്ട, ഈ പ്രപഞ്ചത്തെ മൊത്തം അങ്ങ് നോക്ക്. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ അകം കത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ദൈവത്തിന് സ്തോത്രം കോടിക്കണക്കിന് ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ആണവ നിലയമെന്ന ഈ സൂര്യബിംബത്തിന്റെ അകത്തെ ഊഷ്മതലം എത്രയെന്നറിയാമോ? എന്നാൽ ഈ 9 ഗ്രഹങ്ങളിൽ പച്ചപ്പട്ടു പുതച്ച ഈ ഭൂമിയുടെ 23.5 ഡിഗ്രി ചരിവിൽ 24 മണിക്കൂർ കൊണ്ട് സ്വയം തിരിഞ്ഞ് 1000 കിലോമീറ്റർ വേഗതയിൽ അതിവേഗം യാത്ര ചെയ്യുന്ന ഈ ഭൂമിയിൽ മാത്രം ഈ സൂര്യതാപം എത്തുമ്പോൾ തൊട്ടടുത്ത ഗ്രഹത്തിൽ 475 ഡിഗ്രി സെൽഷ്യസിൽ കത്തിത്തിളയ്ക്കുന്ന വേളയിൽ
തൊട്ടപ്പുറത്തെ ഗ്രഹത്തിൽ 500 ഡിഗ്രി സെൽഷ്യസിൽ ജ്വലിച്ചു കത്തുമ്പോൾ ഇതിനെ മാത്രം ഈ സൂര്യന്റെ അകലത്തെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്തിനായി 15 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ത്തി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ തണുപ്പുകൾ ക്രമീകരിച്ച് ഇവിടെ തണുപ്പ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്നറിയാമോ? ഈ ശരീരത്തിന് വഹിക്കാൻ 98.4 ഡിഗ്രിയിലധികം പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഡിസൈൻ ചെയ്ത ഒരു പരമകുശവൻ ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരം തന്നെയാണ്.